അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ ജ്വല്ലറി ഓർഗനൈസേഷൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. നമ്മളുടെ പലരും പല ടൈപ്പിലുള്ള ജ്വല്ലറീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരിൽ പോലും കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതും പല ടൈപ്പിലുള്ള ജ്വല്ലറീസ് ആയിരിക്കും. ഗോൾഡ് തന്നെ ആവണമെന്നില്ല, ഗോൾഡും ഫാൻസി ജ്വല്ലറീസ് ഒക്കെ കാണും. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളത് വളരെ ഭദ്രമായിട്ട് കേടുകൂടാതെ പോർണൊന്നും ഏൽക്കാതെ കുറേ നാളത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് നമ്മുടെ ഇയറിങ്സിലെ കമ്മലുകൾ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനൊരു സ്റ്റോറേജാണുള്ളത്. ഇതിൽ നമുക്ക് കമ്മലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂട്ടിമുട്ടി കുഴഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാതെ പ്രോപ്പറായിട്ട് വെക്കാനുള്ള സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ട്സിലേക്ക് ഈവൻ സ്റ്റഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് തൂക്കമുള്ള കമ്മലുകളാണെങ്കിലും ഇതിലേക്ക് വെക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു മൊട്ട് പോലത്തെ സംഭവമില്ല, അത് ഈ സ്ലോട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് അങ്ങനെ വിട്ടു പോകത്തൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നിന്ന് ഇപ്പം നമുക്ക് നോർമൽ യൂസിന് ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് വെക്കുകയും ചെയ്യാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഇതുപോലെ അങ്ങ് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ട് പോയാൽ മാത്രം മതി. അതൊന്നും തന്നെ നമുക്ക് നഷ്ടമാവത്തുമില്ല. അല്ലാതെ ചെറിയ ബോക്സിനകത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ കമ്മലുകൾ കൊണ്ടുപോയാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് അതിനകത്തൊക്കെ കുറേ പാടുകളൊക്കെ വീഴും. പിന്നെ അതുപോലെ തന്നെ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഒരുവിധം എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നെക്ലേസസ് ഒക്കെ ഇല്ലേ, ഫാൻസി നെക്ലേസസ് അല്ലെങ്കിൽ ലോങ് ചെയിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ കുറച്ച് കൊളുത്തുകളുള്ള ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു ടൈപ്പ് തന്നെ വേണമെന്നില്ല, പക്ഷേ ഇതുപോലെയുള്ള പല ടൈപ്സ് അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഡെയിലി ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞ് ബോക്സസിനകത്തൊക്കെ ആക്കി വെച്ചാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഓരോ പ്രാവശ്യവും ഓരോ ബോക്സും തുറന്ന് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതേസമയം നമ്മൾ ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതുപോലൊരു ഓർഗനൈസറിൽ ഹാങ് ചെയ്ത് വെച്ചാൽ നമ്മൾ റെഡി ആവുന്ന സമയത്ത് ജസ്റ്റ് നോക്കി എടുക്കാനായിട്ട് പറ്റും ഏത് വേണം എന്നുള്ളത്. അതുപോലെ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടിക്കുഴഞ്ഞ് അങ്ങനെ പോവത്തൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എല്ലാം എടുത്ത് മാറ്റുമൊന്നും വേണ്ട. ഏറ്റവും ആ ഓരോ കുളത്തിൻ്റെയും ഏറ്റവും ബാക്കിൽ കിടക്കുന്നത് എടുക്കേണ്ടതെങ്കിലും ജസ്റ്റ് പൊക്കിയിട്ട് നമുക്ക് താഴേക്കൂടെ അങ്ങനെ ഊർത്തി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മളങ്ങനെ ഓപ്പൺ സ്പേസിലല്ല വെക്കുന്നത്, അതുകൊണ്ട് തന്നെ പൊടി അങ്ങനെ പിടിക്കും എന്നുള്ളൊരു പേടിയേ വേണ്ട. കാരണം നമ്മൾ നമ്മുടെ കബോർഡിനകത്ത് വെച്ചാൽ മതി. ഇപ്പം വെറുതെ നമ്മൾ റൂമിൽ വെച്ചാൽ റൂമിൽ എത്ര പൊടിയില്ലെന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, അറ്റ്മോസ്ഫിയറിൽ കുറേ പൊടി ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ പൊടി അടിച്ച് അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ പോയി ഒരു മങ്ങലേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് വെക്കുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും അത് നമ്മളുടെ കബോർഡിനകത്ത് വെക്കുവാണെങ്കിൽ കബോർഡ് നമ്മൾ എപ്പോഴും തുറന്നിടുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ പൊടി അടിക്കാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗിൾസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓർഗനൈസറാണിത്. ഇതിനകത്തിപ്പം കുട്ടികളുടെ ബാംഗിൾസ് ആണെങ്കിൽ പോലും ഈ ഒരു ഓർഗനൈസറിൽ വെക്കാനായിട്ട് പറ്റും. കുട്ടികളുടെയും വലിയ ആൾക്കാരുടെ ഒക്കെ വെക്കാം. ഇതും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കല്ലുകളുള്ള ബാംഗിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെളിയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ പൊടിയൊക്കെ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫാൻസി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് സ്റ്റോൺസ് ഉള്ളത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിനും അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇപ്പം ബാംഗിൾസ് കുട്ടികളുടെ ബാംഗിൾസ് ഒക്കെ വെച്ചാലും അവർക്കും ഈസിയാണ് വന്നിട്ട് അവർക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അറ്റത്തൊരു സ്റ്റോപ്പർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഊർന്നു പോകും എന്നുള്ള പേടി വേണ്ട. പിന്നെ ഇതെന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ നെക്ലേസസും ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഓർഗനൈസറാണ്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് കുട്ടികളുടെ മറ്റേ ബീഡ്സ് ഉള്ള മാലകളൊക്കെയാണ്. ഇപ്പോൾ കണ്ടോ, അത് മാറ്റുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്മൽ, വള ഒക്കെ ഇതിനകത്തേക്ക് തൂക്കിയിടാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തും കൊളുത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 12 കൊളുത്തുകളുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കമ്മലുകളൊക്കെ ഇടാനാണെങ്കിലും ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ ഓർഗനൈസർ അല്ലാതെ ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്തിട്ടും കമ്മലാണെങ്കിലും ബാംഗിൾസ് ആണെങ്കിലൊക്കെ ആ ഒരു കൊളുത്തിൽ നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. പിന്നെ ഇതിന് ഈ ഒരു ഡോറ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തേക്ക് അങ്ങനെ പൊടി അടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലാതാനും അത് അതിനകത്തേക്ക് ഇരുന്നോളൂ. ഇനി ഈ പറഞ്ഞ ഓർഗനൈസർ ഒന്നും ഇല്ലെങ്കിലും പേടിക്കേണ്ട. നമ്മളുടെ ഈ കേർട്ടൻ്റെ ഒക്കെ കൊളുത്തില്ലേ, ആ ഒരു കേർട്ടൻ്റെ കൊളുത്താണ് കേട്ടോ ഇത്. അതിനകത്തേക്ക് നല്ല പശ തേച്ചിട്ട് നമ്മളുടെ കബോർഡിലേക്ക് തൂക്കിയിട്ടാൽ കുട്ടികളുടെ മാലയൊക്കെ അതിനകത്ത്, കുട്ടികളുടെ അല്ല വലിയ ആൾക്കാരുടെ ആണെങ്കിലും നെക്ലേസസ് ഒക്കെ അതിനകത്തേക്ക് തൂക്കിയിടാനായിട്ട് പറ്റും. നല്ല സ്ട്രോങ്, നമ്മൾ ആ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നോളും.
ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഓർഗനൈസേഴ്സ് ഒന്നും തന്നെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം അത് ബുദ്ധിമുട്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദൂരെ പോകുന്ന സമയത്ത് വെയിറ്റ് നോക്കണം. അപ്പോൾ നമ്മുടെ ബോക്സ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ചെറിയ പൗച്ചസ് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിപ്പർ ബാഗ്സ് ഇല്ലേ, ആ സിപ്പർ ബാഗ്സ് യൂസ് ചെയ്യും. അത് പല സൈസിലുള്ള സിപ്പർ ബാഗ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് ഓരോന്നിലേക്കും നമ്മളുടെ ഓർണമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഈ ഒരു പൗച്ചിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പൗച്ചിൽ തന്നെ ഒരു 5 6 നെക്ലേസ് വെക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിനധികം ഹെവി ആയിരിക്കത്തില്ല. കാരണം ഈ പൗച്ചിന് ഓൾറെഡി ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അതേസമയം നമ്മളുടെ ബോക്സസ് വെച്ചാൽ നല്ല ഹെവി ആയിരിക്കും നമ്മൾ ലഗേജ് കൊണ്ടുപോകുമ്പം. അപ്പോൾ ഇതിനകത്തേക്ക് ആ നെക്ലേസസ് എടുത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഈ പൗച്ചിലേക്ക് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എത്ര 5 6 എണ്ണം വെച്ചാൽ പോലും അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂട്ടിമുട്ടി ടാങ്കിൾഡ് ആയിട്ട് പൊട്ടി പോകത്തൊന്നുമില്ല. നമ്മളല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ ഉറപ്പാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് ഇത് എടുക്കുന്ന സമയത്ത് ഒരെണ്ണമെങ്കിലും അതിനകത്ത് പൊട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് വാച്ചസ് എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാൻ നോക്കാം. വെറുതെ ഇങ്ങനെ ഡ്രോവറിൽ വെച്ചാൽ അവിടെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഡയൽ പോർഷനിൽ കുറച്ച് പാടുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പഴയതായതുപോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ഓർഗനൈസർ കിട്ടും. അതിനകത്തേക്ക് നമുക്ക് ഈ വാച്ചസ് എടുത്തിട്ട് വെക്കാം. ഇനി വാച്ചസ് വെക്കേണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ നെക്ലേസസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ ഒരു ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വളകളോ ബ്രേസ്ലെറ്റ്സോ അങ്ങനത്തെയൊക്കെ വെക്കാനാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് പൊക്കി മാറ്റിയാലും മതി. അപ്പോൾ അവിടെ സ്പേസ് കിട്ടും. അവിടേക്ക് നമുക്ക് കുറച്ച് വലിയ മാലകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഈ വാച്ചസ് വെക്കുന്ന ബോക്സിൽ നമുക്ക് പറ്റുവാണെങ്കിൽ സിലിക്ക ജെല്ലിട്ട് കൊടുത്താലും മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് അബ്സോർബ് ചെയ്തോളും. കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ അതിനകത്തേക്ക് തെറിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ബാംഗിൾസ് എങ്ങനെ നല്ലപോലെ സ്റ്റോർ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ജ്വല്ലറി ഷോപ്സിൽ നിന്ന് കിട്ടുന്ന ചില ബോക്സസിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ബോക്സസ് കളയാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ബാംഗിൾസ് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പേളിൻ്റെ ബാംഗിൾസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നല്ലതുപോലെ അറിയാൻ പറ്റും ഇങ്ങനെ ഈ പോറലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ബ്രേസ്ലെറ്റ്സ് വെക്കാനായിട്ട് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസ് തന്നെ വെക്കുന്നതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ടുകൂടി കുറച്ച് നേരം കിടന്നു കഴിയുമ്പോൾ അതങ്ങ് പൊട്ടി പോകും, അല്ലെങ്കിൽ അത് ആ കണ്ണിയൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പം ഇങ്ങനെയുള്ള ലെങ്ത് വൈസ് ആയിട്ടുള്ള ബോക്സസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ക്യാരി ചെയ്യാനും പറ്റും. ഇതിനകത്തുണ്ട് 2 സൈഡിലും ആ ഒരു ക്ലച്ച് പോലെ ഉള്ളത് കാരണം വിട്ടൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ ചില ബോക്സസ് നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് നമ്മളുടെ റിങ്സ് വെക്കാനായിട്ട് ഇതുപോലൊരു ബോക്സിൽ റിങ് വെക്കുന്നതിന് മുന്നേ ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഫാൻസി റിങ്സ്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഗോൾഡ് റിങ്സും സ്റ്റോൺസ് ഉള്ളതൊക്കെ ആണെങ്കിലും അങ്ങനെ വെക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കോട്ടൺ ഇല്ലേ, കുറച്ച് നല്ല കട്ടിക്ക് കോട്ടൺ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് റിങ്സ് വെക്കുക. എന്നിട്ട് ഇത് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലെയറും കൂടെ, നല്ല കട്ടിക്കുള്ള ഒരു ലെയറും കൂടെ കോട്ടൺ ഇട്ടാൽ മതി. ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന കോട്ടൺ കഴിഞ്ഞ ദിവസം ഒരു അവരുടെ കുട്ടികളുടെ സ്കൂളിലൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നു. അത് കാരണമാണ് ഇപ്പോൾ ഇതിൽ കോട്ടൺ ഇല്ലാത്തത്. പക്ഷെ നോർമലി വെക്കുമ്പോഴത്തേക്കിനും ഈ റിങ് വെക്കുന്നതിൻ്റെ താഴെയും മുകളിലും കോട്ടൺ ഇടുക നമ്മൾ. എന്നിട്ട് അടച്ചാൽ ഈ റിങ്സ് മൂവ് ആവത്തില്ല. അത് ആ കോട്ടണിൽ ഇങ്ങനെ പിടിച്ചങ്ങ് നിൽക്കും. ഈ ബാംഗിൾസ് തന്നെ ഗോൾഡ് ബാംഗിൾസ് ആണെങ്കിലും ഇതുപോലെ സ്റ്റോൺസോ പേൾസ് ഉള്ളതാണെങ്കിലും ഇതുപോലുള്ളൊരു ബോക്സിൽ വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. യാതൊരു കാരണവശാലും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറിലേക്ക് സ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ അതൊക്കെ അങ്ങ് ചീത്തയാവും.